ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എലോറയിലേക്കാണ്. എലോറ ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ടൗണാണ്. വളരെ ചെറിയൊരു ടൗണാണ്, നല്ല പഴക്കമുള്ളൊരു ടൗൺ. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കിങ്ങനെ വലിയൊരു മോഡേണൈസേഷൻ ഒന്നും കാണാൻ പറ്റാത്ത, നമുക്ക് കാനഡയുടെ നല്ല കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കൊച്ചു ടൗൺ. ഇവിടെ എല്ലാ ക്രിസ്മസ് സീസൺസിലും വൈകിട്ട് 11 to 7, 11 മീൻസ് 11 AM to 7 PM ഓപ്പൺ ആവുന്ന ക്രിസ്മസ് മാർക്കറ്റ് കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ബട്ട് ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഇച്ചിരി ലേറ്റ് ആവും. നമ്മൾ 7 മണിക്കവിടെ ചെല്ലത്തില്ല. ബട്ട് ടൗൺ എങ്ങനെയാണ്, അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, ലൈറ്റിംഗ് എങ്ങനെയാണ്, എന്തിനാ അത് ക്രിസ്മസ് ടൗൺ എന്ന് അറിയപ്പെടണേ, ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. സോ നമ്മളിന്ന് കുറച്ച് നമ്മുടെ പിള്ളേരൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു പിക്ക് ചെയ്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് പോവുകയാണ് ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്, വെൽക്കം ടു എലോറ. അപ്പം നമ്മൾ എലോറ ടൗൺ കയറുകയാണ്. ഇതാണ് അടിപൊളി. പിന്നെ പാർക്കിംഗ് ഫ്രീ ആണ്, ബാക്കിയുള്ള എൻട്രി ഫ്രീ ആണ്, ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല. പിന്നെ ഇവർ പറയുന്ന 88,000 ട്വിങ്ക്ലിംഗ് ലൈറ്റ്സ് ഉള്ള ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന, അങ്ങനെ എന്തോ ഒരു കണക്ക് അതിൽ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ മോനെ അടിപൊളി. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ടൗൺ ആയിട്ട് കൂടെ അവിടെ ഒരുപാട് ഒരു ക്രൗഡ് നോയ്സോ അല്ലെങ്കിൽ വളരെ പീസ്ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ടൗൺ. അതെന്തുകൊണ്ടാണ് ഒണ്ടാരിയോയിൽ ഇങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അത് അവരുടെ കൾച്ചറായിരിക്കാം. അവിടുത്തെ ആൾക്കാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടോ. വലിയതൊന്നും ഇല്ല. അവർ വളരെ സിമ്പിളായിട്ട് കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അതുപോലെ വളരെ പീസ്ഫുള്ളായിട്ട് ആൾക്കാർ നടക്കുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊള്ളാം. എനിക്ക് അത് സിറ്റി ഭയങ്കര, ഒരു ടൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഡെക്കറേഷൻസ് ആണെങ്കിലും പഴയ ഷോപ്പുകൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുക. ചെറിയ ചെറിയ കടകൾ, ഈ കാണുന്നതൊക്കെ ഒരു ചെറിയ കടയാണ് എൻ്റെ മുന്നിൽ. നമുക്ക് ലൈക്ക് ഒരു 90s അല്ലെങ്കിൽ 80s ഒരു ഒണ്ടാരിയോയിലൊരു ടൗൺ എങ്ങനെയായിരുന്നോ ആ രീതിയിൽ അതെന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഒരു ഡ്രസ്സ് കടയാണ് ഈ കാണുന്നത്. Wish you a Merry Christmas. I wish you a Merry Christmas. I wish you a Merry Christmas and Happy. ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കണ്ടിട്ട് വീടുകളൊക്കെ പോലെ ഉണ്ട്, പക്ഷെ ഈ ഒരു ടൗണിൽ എങ്ങനെയെങ്കിലും വീടുകളൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നല്ല രസം, ഭയങ്കര ഒരു ക്ലാസിക്കായിട്ട് കൊണ്ടുപോകുന്നു. ഡ്രസ്സ് ഷോപ്സൊക്കെ കണ്ടു, ഡ്രസ്സൊക്കെ വെച്ച് ഭയങ്കര ഒരു പ്രത്യേക ഫീല്. ഞാൻ ഒണ്ടാരിയോയിൽ ഇങ്ങനത്തെ ടൗൺസ് ഒന്നും അധികം കണ്ടിട്ടില്ല. കൺട്രി സൈഡ്സൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ചില കുഞ്ഞു ടൗൺസ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രയും പോപ്പുലർ ആയിട്ട് കൂടെ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ഭയങ്കര ക്യൂട്ടായിട്ട് പോകുന്ന ഒരു ടൗൺ. ഇതിവിടുത്തെ പള്ളിയാട്ടോ. ഇവിടെ 2 പള്ളികൾ ഞാൻ കണ്ടു. അതിനകത്ത് ഈ വലിയ പള്ളിയാണ് ഇവിടുത്തെ മെയിൻ പള്ളി എന്നാണ് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ധാരണയില്ല. കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്കിങ്ങനെ കണ്ട് നടക്കാനും അതുപോലെ നമുക്കിങ്ങനെ ജീവിക്കാൻ തോന്നുന്ന ഒരു ചെറിയ ഒരു കാം ആൻഡ് ക്വൈറ്റ് ടൗൺ. എന്നാൽ അധികം ഒരു ദൂരത്തുള്ള അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല.
ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം കിച്ചണർ 25 മിനിറ്റ്സ് എന്തേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര രസമാണ്. ലൈക്ക് ആ ഒരു 25 മിനിറ്റ്സിൽ നമുക്ക് ഒരു സിറ്റി വൈബിൽ നിന്ന് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുമെന്ന് ഉണ്ടെങ്കിൽ അത് എലോറ ആയിരിക്കും. ഡെക്കറേഷൻസൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അപ്പുറത്ത് കാണുന്ന ഓരോരോ കുഞ്ഞ് ഷെൽട്ടേഴ്സൊക്കെ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഷോപ്സാണ് ആ കാണുന്നത്. അതൊക്കെ ഓപ്പൺ ആയിരിക്കും. ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന 11 to 7 ടൈമിൽ അവിടെ കുഞ്ഞു സെയിലൊക്കെ നടക്കും. ഇതും അതുപോലെ റെസ്റ്റോറൻ്റാണ്, അവിടെ ഇങ്ങനെ സെയിലൊക്കെ നടക്കും. പിന്നെ ഇതൊരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് അവരൊരു സെപ്പറേറ്റ് സെക്ഷൻ വെച്ചിരിക്കുക. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പാർക്കിൽ നമുക്ക് പോയിരുന്ന് ഫോട്ടോ എടുക്കാനും ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും, അതുപോലെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ചെയറൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ട് ഇരിക്കാൻ പറ്റും.